എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് നമ്മൾ ഇവിടെ അടിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മളൊരു കിങ്ങിണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇതുപോലെ തുണി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഇത് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കണ്ടോ, ഫ്രണ്ട് വയ്ക്കാനുള്ള കിങ്ങിണി റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് കഴുത്ത് പിടിപ്പിക്കാം. അതിനായിട്ട് വെട്ടി വെച്ചിരിക്കുന്ന ആ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിലേക്ക് വെച്ച് അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഇടഭാഗത്ത് ഇതുപോലെ ചുളിവൊന്നും വരാതിരിക്കാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് പുറംകാണി നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ആ ക്രോസ് പീസേ കൂടെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് കഴുത്താണ് തയ്ക്കാൻ പോകുന്നത്. അതിന് നമ്മൾ 2 പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. കഴുത്ത് 2 പീസും കൂടെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ വരച്ച് വയ്ക്കുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് 1/4 ഇഞ്ച് മാറ്റി ഇങ്ങോട്ട് ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു കഴുത്താണ്. വേറെ ക്യാൻവാസ് ഒന്നും വയ്ക്കാതെ ഈ തുണി തന്നെ നമ്മൾ ഇങ്ങനെ അടിച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ അടിച്ചു നിർത്തണം. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. കോർണർ വരുന്ന ഭാഗമെല്ലാം അകത്തുനിന്ന് കട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് എടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നമുക്ക് ഒരു പ്രഷർ വീതിയിൽ ഇതിങ്ങനെ അടിച്ചു കൊടുക്കാം. തീരെ സൈഡിൽ കൂടെ അടിക്കുന്നതിൽ നല്ലത് ഒരു പ്രഷർ വീതിയിൽ അടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പ്രഷർ വീതി എന്ന് പറയുന്നത് 1/4 ഇഞ്ചാണ്. ആ 1/4 ഇഞ്ച് വീതിയിലാണ് അടിക്കുന്നത്. അതുപോലെ ഇങ്ങനെ കോർണർ വരുന്ന ഭാഗം എല്ലാം കൊണ്ടുവന്ന് കുത്തി നിർത്തി സൂചി ഇതുപോലെ കുത്തി നിർത്തിയിട്ടാണ് പീസ് തിരിച്ച് നമ്മൾ എടുക്കുന്നത്. ഫ്രണ്ട് കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് നടുവിലൂടെ ഇതുപോലെ മടക്കിയിടാം. മടക്കിയിട്ടതിന് ശേഷം കോർണറെല്ലാം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കറക്റ്റ് നടുഭാഗത്ത് നമുക്ക് ഇത് മുറിച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ പീസ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കാം. ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം ഇനി പുറത്തുകൂടി ഒരടിപ്പും കൂടെ നമുക്ക് കൊടുക്കാം. ഇത് കൊളുത്ത് വയ്ക്കാനുള്ള ഒരു ഭാഗമാണ്. ഇത് കൊളുത്ത് ഇടാനുള്ള ഭാഗമാണ് ഈ അടിക്കുന്നത്. ഇത് അകത്ത് നിന്ന് പുറത്തേക്കാണ് ഈ പീസ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ അടിച്ചതിന് ശേഷം മറിച്ചിട്ടിട്ട് ഇതിന് മുകൾ ഭാഗം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ മടക്കി വയ്ക്കണം. മടക്കി വെച്ചിട്ട് അവിടെ ആദ്യം ഒരു കൊളുത്തിടാനായിട്ട് ഒരു വി പോലെ നമ്മൾ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നിർത്തി തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഒരു ഹോളിട്ട് കൊടുക്കണം. അതിനുശേഷം അത് താഴേക്ക് നമ്മൾ മുഴുവനായും അടിച്ചു ചേർക്കണം. ഈ പീസും ആദ്യം നമ്മൾ അടിച്ചെടുത്ത പീസും കൂടി ചേർത്ത് ഇതുപോലെ ഒന്നിച്ച് വെച്ച് കൊടുത്ത് അടിഭാഗം മാത്രം ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടിവശത്തിലേക്കുള്ള പീസിൽ നമ്മൾ ഞുറിച്ചിലിട്ട് കൊടുക്കുകയാണ്. ആ നടുഭാഗത്ത് കൂടുതൽ ഞുറിച്ചിൽ വരുന്ന രീതിയിലാണ് ഞുറിച്ചിലിട്ട് കൊടുക്കുന്നത്. 2 സൈഡിലും ഒരുപോലെ നടുഭാഗത്തുനിന്ന് 2 സൈഡിലേക്ക് ഒരുപോലെ ഞുറിച്ചിൽ വരുന്ന രീതിയിൽ ആ നടുഭാഗത്താണ് ഇങ്ങനെ ഞുറിച്ചിലിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്ക് പീസിലും അതിനുശേഷം ഫ്രണ്ട് പീസിലും ഇതുപോലെ തന്നെ ഞുറിച്ചിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമേ. അതിനുശേഷം മുകൾ പീസ് അടി പീസിലേക്ക് ഇതുപോലെ സൈഡിൽ നിന്ന് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. കറക്റ്റ് ഇതിൻ്റെ നടുഭാഗവും മുകൾ പീസിൻ്റെ നടുഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞുറിച്ചിൽ കുറവോ കൂടുതലോ വല്ലതും വന്നെങ്കിൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ അത് അഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അഴിച്ചു കൊടുക്കുകയോ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ കറക്റ്റ് നടുവിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഈ പീസ് യോജിപ്പിച്ച് കൊടുക്കുന്നു. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുന്നു. ഏത് തുണി തയ്ക്കുമ്പോഴും നമ്മൾ ഒരടിപ്പ് മാത്രം അടിച്ച് നിർത്തരുത്. ഒരു ഭാഗത്ത് 2 അടിപ്പ് വീതം ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാലാണ് നൂല് പൊട്ടിപ്പോകാതെ നിൽന്ന് കിട്ടുകയുള്ളൂ.
അതിനുശേഷം ഈ മുകൾ ഭാഗം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് മുകൾ ഭാഗത്ത് കൂടി നമ്മൾ ഒരു പുറംകാണി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെയാണ് ഫ്രണ്ട് പീസും നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കിങ്ങിണി ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കിങ്ങിണിയും വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ഇതുപോലെ വെച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ബാക്കിലെ പീസിൽ നമ്മൾ അടിച്ചിരിക്കുന്ന ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ, അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഒരടുപ്പ് അടിച്ചതിന് ശേഷം ഈ സൈഡിൽ നിൽക്കുന്ന ഈ ഭാഗം അങ്ങോട്ട് തിരിച്ച് വെച്ച് കൊടുത്ത്, അതായത് ആ ബാക്കിലെ ക്രോസ് പീസാണ് അത് തിരിച്ച് വെച്ച് കൊടുത്ത് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അടുത്ത വശവും നമ്മൾ അതുപോലെ തന്നെ യോജിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇത് മറിച്ചിട്ടതിന് ശേഷം ആ ക്രോസ് പീസ് അകത്തേക്ക് വരുന്ന രീതിയിൽ ഒരു 1/4 ഇഞ്ച് നീക്കി സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് കയറ്റിയാണ് ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബാക്ക് പീസ് മാത്രമാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ അടിക്കുന്നത്. ബാക്കിലുള്ള കഴുത്ത് അവിടെയാണ് ഇതുപോലെ അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി കൈ യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം തയ്ക്കുന്ന പോലെ തന്നെ നടുഭാഗത്തു നിന്നാണ് ഇതിൻ്റെ കൈ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നത്. ഇനി കൈയുടെ വണ്ണം എത്രയാണോ അത് നോക്കി, കൈയുടെ വണ്ണം നോക്കി അത് ഈ സൈഡ് വഴി ഇങ്ങനെ അടിച്ച് താഴെ വരെ നമുക്ക് അടിച്ചു കൊടുക്കാം. 2 സൈഡും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. 2 അടുപ്പ് കൊടുക്കണം. ഇനി അടിവശം ഇതുപോലെ 2 മടക്ക് മടക്കി ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം. അടിച്ച് നിർത്തുമ്പോൾ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്ത് വേണം. ഡ്രസ്സറൊന്ന് മുന്നോട്ടും പുറകോട്ടും എടുത്ത് അടിച്ചൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വേണം അത് വലിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പ്ലീറ്റഡ് നൈറ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.